ഈ വർഷം ആദ്യം മഹേഷ് നാരായണൻ്റെ ടേക്ക് ഓഫിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം പ്രതീക്ഷകളുണ്ടായിരുന്നു. പ്രതീക്ഷകളൊന്നും തെറ്റിയിട്ടില്ല. ആദ്യം മുതൽ അവസാനം വരെ ചിത്രത്തിൽ ലയിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ബ്രില്യൻ സിനിമ തന്നെയാണ് ടേക്ക് ഓഫ്. ഇമോഷൻസും സെൻറ്റിമെൻസും വളരെ റിയലിസ്റ്റിക്കായി അവതരിപ്പിച്ച ടേക്ക് ഓഫ് ഒരു റെസ്ക്യൂ മിഷൻ ത്രില്ലറിൽ ഒതുങ്ങാതെ അതിന് മുകളിലേക്കും പോയിട്ടുണ്ട്. ഡിവോഴ്സ്ഡ് ആയ സമീറ എന്ന നേഴ്സാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. കുടുംബത്തിൻ്റെ ബാധ്യതകൾ തീർക്കാൻ വേണ്ടി നാട്ടിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ താഴ്ന്ന ശമ്പളം വാങ്ങി ജോലി ചെയ്യുകയാണ് സമീറ. കാത്തിരിപ്പുകൾക്കൊടുവിൽ സമീറയ്ക്കും കൂടെയുള്ളവർക്കും ഇവിടെ ലഭിക്കുന്നതിനേക്കാൾ 3-4 ഇരട്ടി ശമ്പളത്തോടെ ഇറാഖിൽ ജോലി ലഭിക്കുന്നു. എന്നാൽ സമീറയും കൂട്ടരും ഇറാഖിലെത്തിയപ്പോഴേക്കും ഐസിസ് ആക്രമണമെല്ലാം രൂക്ഷമായ അവസ്ഥയിലായിരുന്നു അവിടെ. ഈ സാഹചര്യത്തിൽ നിന്ന് സമീറയും കൂട്ടരും എങ്ങനെ രക്ഷപ്പെടുന്നു എന്നതാണ് ടേക്ക് ഓഫ് പറയുന്നത്. യഥാർത്ഥ സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് ടേക്ക് ഓഫ്. റിയൽ സ്റ്റോറിയിലെ ആളുകളെ അവസാനം നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട്. ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ ഒരു നല്ല കഥ സൃഷ്ടിക്കാൻ മഹേഷ് നാരായണനും PV ഷാജികുമാറിനും സാധിച്ചു. പല അർത്ഥത്തിലും ആണാധിപത്യത്തെ നേരിടുന്ന ഒരു കഥാപാത്രമാണ് സമീറ. ഉള്ളിൻ്റെ ഉള്ളിൽ സ്വല്പം ഫ്രജൈൽ ആണെങ്കിലും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും സഹിക്കാനുള്ള വിൽ പവർ അവൾക്കുണ്ട്. ഒരു പ്രാക്ടിക്കൽ ലവ് സ്റ്റോറി സമീറയും ഷഹീദും തമ്മിലുണ്ട്. മെലോഡ്രാമയൊന്നും ഇട്ട് മോശമാക്കാത്ത ഈ ലവ് സ്റ്റോറിയുടെ റിയൽ ഫീൽ സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ സംഭവിക്കുന്ന നാടകീയ സംഭവങ്ങൾക്ക് ഭംഗി കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ആദ്യ ഭാഗങ്ങളിൽ പതിയെ മുന്നോട്ട് പോകുന്ന ടേക്ക് ഓഫ് രണ്ടാം പകുതിയിൽ ഇൻറ്റൻസായ ഒരുപാട് നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ത്രില്ലർ കൂടിയാണ്. കൺമുന്നിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് റിയലിസ്റ്റിക് ഫീൽ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്താൻ മഹേഷ് നാരായണന് സാധിച്ചിട്ടുണ്ട്. ആദ്യ പകുതിയെ പൂർണ്ണമായും സമീറയുടെ കണ്ണിലൂടെയാണ് സംവിധായകൻ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്വല്പം സാവധാനത്തോടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. സ്ത്രീകളെ ഒതുക്കി നിർത്തുന്ന മുസ്ലിം യാഥാസ്ഥിതിക മനോഭാവത്തെ പരിഹസിക്കുന്ന സിനിമ ഷഹീദിലൂടെ ഒരു ഉത്തരവും കൊടുക്കുന്നുണ്ട്. മതപരമായ വിഷയങ്ങളും ആത്മസംഘർഷങ്ങളുമൊക്കെ ഉൾപ്പെടുത്തി ഒരുവിധം എല്ലാ കഥാപാത്രങ്ങൾക്കും വ്യക്തമായ ഒരു ഐഡൻറ്റിറ്റി കൊടുക്കാൻ തിരക്കഥയ്ക്ക് സാധിച്ചിട്ടുണ്ട്. റിയലിസം നിലനിർത്തുന്നതിൽ സനു ജോൺ വർഗീസിൻ്റെ ക്യാമറയും നിർണായക പങ്കു വഹിച്ചിട്ടുണ്ട്. വലിയ ക്യാൻവാസിലുള്ള സിനിമയെ വലുതാക്കി കാണിക്കാൻ വേണ്ടി ശ്രമിക്കാതെ സന്ദർഭത്തിന് ചേരുന്ന രീതിയിലാണ് ഫ്രെയിമുകൾ ഒരുക്കിയിട്ടുള്ളത്. ക്വാളിറ്റിയുള്ള വിഷ്വൽ എഫക്ട്സും മെച്ചപ്പെട്ട പ്രൊഡക്ഷൻ ഡിസൈനും കൂടെ ചേരുമ്പോൾ ടേക്ക് ഓഫിൻ്റെ വിഷ്വൽ ബ്രില്യൻസ് മെച്ചപ്പെടുന്നേ ഉള്ളൂ. ഉദ്വേഗം സൃഷ്ടിക്കുന്ന രീതിയിലാണ് രണ്ടാം പകുതിയുടെ എഡിറ്റിംഗ്. രോമാഞ്ചം ഉണ്ടാക്കുന്ന തരം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നല്ല പാട്ടുകളും സിനിമയിലുണ്ട്. ഇതൊരു പക്ഷേ പാർവതിയുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമായിരിക്കും. കാഞ്ചനമാല, ടെസ്സ എന്നീ കഥാപാത്രങ്ങളെ പോലെയേ അല്ലാത്ത സമീറ റിയലും റോയുമാണ്. അമ്മ, മകൾ, ഭാര്യ, നേഴ്സ് എന്നീ ചുമതലകളുള്ള ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയെ പാർവതി മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സമീറയെ ഇഷ്ടപ്പെടുന്ന ശാന്തനായ, സ്വാഭാവികമായി സംസാരിക്കുന്ന ഷഹീദായി കുഞ്ചാക്കോ ബോബൻ നല്ല രീതിയിൽ അണ്ടർപ്ലേ ചെയ്തിട്ടുണ്ട്. രണ്ടാം പകുതിയിലേ വരുന്നുള്ളൂ എങ്കിലും കാര്യക്ഷമതയുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥനായി സിനിമയിൽ ഫഹദ് ഫാസിൽ കാഴ്ചവെച്ചത് ഗംഭീര പ്രകടനം തന്നെയാണ്. ആസിഫ് അലി അടക്കം മലയാള സിനിമയിലെ ഒരുപാട് പ്രമുഖർ പ്രാധാന്യമുള്ള എന്നാൽ അത്രയ്ക്ക് സമയം സ്ക്രീനിലില്ലാത്ത കഥാപാത്രങ്ങളായി പടത്തിൽ വന്നു പോകുന്നുണ്ട്. ട്രാഫിക് ആദ്യ ദിനം തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ കിട്ടിയ അതേ സന്തോഷമാണ് ടേക്ക് ഓഫ് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത്. ഈ സിനിമ രാജേഷ് പിള്ളയ്ക്കുള്ള ഒരു ട്രിബ്യൂട്ട് കൂടിയാകുമ്പോൾ ഈ ഒരു കമ്പാരിസൺ തന്നെയാണ് ടേക്ക് ഓഫിന് കൊടുക്കാവുന്ന സർട്ടിഫിക്കറ്റ്.